ഹായ്, കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ചെയർമാൻ്റെ ആത്മഹത്യ. ഈ വിഷയത്തിൽ എന്താ നമ്മൾ വീഡിയോ ഒന്നും ചെയ്യാതിരുന്ന സൈലൻ്റ് ആയിരുന്നതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ഇദ്ദേഹത്തെ മരിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളിവിടെ ഇതിനെപ്പറ്റി ഒരു ചെറിയ ഡിസ്കഷനൊക്കെ നടക്കുമായിരുന്നു. ഞാൻ താമസിക്കുന്ന ഒരു ഹ്യൂജ് ഫ്ലാറ്റ് സമുച്ചയങ്ങളുടെ ഒരു ഏരിയയിലാണ്. കുറേയൊക്കെ വർക്ക് നടക്കുന്നുണ്ട്, കുറേ വർക്കൊക്കെ കംപ്ലീറ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ തന്നെ ഒരു പ്രോജക്റ്റ് സൈഡിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ റീസെൻ്റ്ലി നടന്നൊരു ഇൻസിഡൻ്റ് ഉണ്ട്. അതിൽ 2 പേര് വീണ് മരിക്കുക, ആക്സിഡൻ്റ് ആവുക എന്തോ ചെയ്തിട്ടുണ്ട്. അതിനെ റിലേറ്റ് ചെയ്ത് ആക്ച്വലി ഇതിനെപ്പറ്റി ഒരു ഡെപ്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻ ഞാൻ നടത്തിയിട്ടില്ല. നമ്മുടെ വീട്ടിൽ വരുന്ന ഒരു ചേച്ചി പറഞ്ഞിട്ടുള്ളൊരു ചെറിയ ഇൻഫർമേഷനാണ്. അപ്പം അതിൽ നിന്ന് വീണ് മരിച്ചവർക്ക് ഇവർ കൊടുത്തൊരു കൺസേൺ, അതായത് അവരെ എന്താ പറയുക, നമുക്കിപ്പോൾ നമ്മുടെ ഒരു സെർവൻറ്റ് മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ കൊടുക്കും, എന്തൊക്കെ അതൊന്നും ചെയ്യാതെ തന്നെ വളരെ നഷ്ടബോധത്തോടു കൂടി അതിനെതിരെ ശക്തമായി നാട്ടുകാർ ഇടപെടുന്ന ഒരു സീനുണ്ട്. അത് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സംഭവം നടന്നപ്പോൾ തന്നെ മനസ്സിൽ അതാണ് ആദ്യം ഓടി വന്നത്. ദെൻ പിന്നെ ഒന്നും ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ ഞാൻ ആ വീഡിയോ ചെയ്യാൻ കാരണം ആ അമ്മയുടെ ദുഃഖമാണ് കേട്ടോ. സങ്കടം തോന്നിയൊരു കാര്യം, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മക്കൾക്ക് ഒരു അപകടം സംഭവിക്കുക എന്ന് പറയുന്നത് ഏതൊരു അമ്മയുടെയും ഏറ്റവും വലിയ വേദന തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ആ അമ്മയ്ക്ക് എന്ത് വേദന ഉണ്ടാകുന്നു എന്നുള്ളത് അവർ വിളിക്കുന്നതും കരയണതും. ആ ഒരു പ്രാണവേദനയുടെ എൻ്റെ മോനെ എന്ന് കരയുന്നത് കണ്ടപ്പോൾ സങ്കടം തോന്നിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതിനകത്ത് ചിലരുടെയൊക്കെ ഒരു വിശകലനം അല്ലെങ്കിൽ ചിലരുടെയൊക്കെ ഒരു അഭിപ്രായം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാനസിക സമ്മർദ്ദം കൊണ്ട് ആത്മഹത്യക്ക് ചെയ്തു എന്നാണ്. എന്ത് മാനസിക സമ്മർദ്ദം? ഇത്രയൊക്കെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഉള്ള ഒരാൾ എന്ത് മാനസിക സമ്മർദ്ദത്തിനായിരിക്കും ഇരയായിട്ടുണ്ടാവുക? ആത്മഹത്യ ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ആത്മഹത്യാപരമായ കാര്യങ്ങൾ ചെയ്തു വെച്ചത് കൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ തോന്നുന്നത്. പെട്ടെന്നൊരു ദിവസം ലോകം നഷ്ടപ്പെട്ടു, അല്ലെ എല്ലാം പോയി, എനിക്കിനി ജീവിക്കേണ്ട എന്ന് തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാണ്? മുൻപോട്ട് ഒരു വഴിയുമില്ല എന്നുള്ളത് കൊണ്ടല്ലേ? അപ്പോൾ എന്തോ കാര്യമായ കുഴപ്പം പുള്ളിക്കാരൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ടാക്സ് ഒക്കെ കൃത്യമായി പേയ്മെൻറ്റ് ചെയ്യുന്നവിടെ എത്രയോ ബിസിനസ് ഉണ്ട്. പലരുടെയും വീഡിയോസൊക്കെ കണ്ടപ്പോൾ ചിരിച്ചു മരിക്കാൻ തോന്നിയിരുന്നു. ഇവിടെ ബിസിനസ്സുകാരെ കൊണ്ട് പറ്റത്തില്ല, അവർ ആത്മഹത്യ ചെയ്യുന്ന പരിപാടിയിലാണ്. നിങ്ങളെ കൊണ്ട് പറ്റുന്നത് ചെയ്യൂ, അല്ലെങ്കിൽ എടുക്കരുത്. ബിസിനസ് ഈസ് ഓൾവേസ് ഈക്വൽ ടു റിസ്ക് ആണ്. ആ റിസ്ക് ഫാക്ട് ഹെഡ് ചെയ്യാൻ അല്ലെങ്കിൽ അത് റെഡി ചെയ്യാൻ ഉള്ള കപ്പാസിറ്റി ഉള്ളവർ ആ പരിപാടിക്ക് ഇറങ്ങുക, അല്ലാത്തൊരു ആ പരിപാടിക്ക് പോകാതിരിക്കുക. ഒരാൾ മരിച്ചത് കൊണ്ട് അയാൾ ചെയ്ത പ്രവർത്തികൾ നല്ലതാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കങ്ങനെ ഒരു ഭാഗമില്ല. നന്മ ചെയ്യുന്നവൻ എന്ന് നന്മയായിട്ട് നിലകൊള്ളും. ഇപ്പോൾ യൂസുഫ് അലി പോലുള്ള മനുഷ്യരൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട്. ദേ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം. ഒരുപാട് കടങ്ങൾ ഉണ്ടായിരിക്കാം, ഒത്തിരി കോടിക്കണക്കിന് സമ്പാദിച്ചിരിക്കുന്നവൻ അതിനേക്കാൾ കടക്കാരനായിരിക്കാം. സോവിയസ് അതുണ്ടാകും. പക്ഷെ ആത്മഹത്യ ചെയ്യുന്ന തരത്തിൽ എന്തോ പുള്ളിക്കാരൻ ഒപ്പിച്ച് വെച്ചിട്ടല്ലേ ഇത് സംഭവിച്ചതെന്ന് ഒരു തോന്നലുണ്ട്. പണക്കാരൻ മരിച്ചാലും പാമരൻ മരിച്ചാലും പാവപ്പെട്ടവൻ മരിച്ചാലും ഒക്കെ മരണം ഏകദേശം എല്ലാവരെയും തുല്യതയാക്കുന്ന ഒരു ചടങ്ങാണ്. ഇപ്പോൾ ചടങ്ങൊക്കെ നടത്തി ഭയങ്കര ഫംഗ്ഷനൊക്കെ ഉണ്ടാക്കി ഭീകരമായ ഘോഷയാത്രയിൽ കൂടെയൊക്കെ അന്ത്യാഞ്ജലിയൊക്കെ കൊടുത്തു എന്ന് വെച്ചിട്ട് ഈ 2 പേർക്കും അവിടെ ഒരേ ഇത് തന്നെ, കവറിൽ 2 പേർക്കും ഒരേ ലെവൽ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി അത്രയ്ക്കൊന്നും പോകുന്നില്ല. ഞാൻ ഈ വിഷയം എടുക്കാനുള്ള കാരണം എനിക്ക് തോന്നിയൊരു സംശയമാണ് കേട്ടോ. മേ ബി അദ്ദേഹത്തിൻ്റെ ഫാൻസ് അസോസിയേഷന് പൊങ്കാലയിടാൻ ചാൻസ് ഉണ്ട്. സ്പെഷ്യലി ബിഗ് ബോസിൻ്റെയൊക്കെ സ്പോൺസർഷിപ്പ് അദ്ദേഹത്തിനാണ്. അതൊന്നും ഒരു ഗ്രേറ്റ് തിങ് ആയിട്ടൊന്നും എടുത്തു പറയാൻ പറ്റത്തില്ല. സ്പോൺസർഷിപ്പ് അദ്ദേഹം തരുന്നു എന്ന് വയ്ക്കും. അപ്പോൾ 50 lakhs പ്രൈസ് മണി അദ്ദേഹം കൊടുക്കുന്നു. ഓക്കെ, കോൺഫിഡൻസ് ഗ്രൂപ്പുകാർ ഒരു ഫ്ലാറ്റ് കൊടുക്കുന്നു. നെറ്റ് വർത്ത് എത്രയായിരിക്കും? ഒരു 75 lakhs ആയിരിക്കാം. അങ്ങനെ ഒരു ഇത് കൊടുക്കുന്നു. എന്തുകൊണ്ട് കൊടുക്കുന്നു? അത് സത്യത്തിൽ പറഞ്ഞാൽ ഒരു നല്ല അഡ്വർടൈസ്മെൻ്റ് ആണ്. ബിഗ് ബോസ് പോലുള്ള ഒരു ഷോയിൽ 100 ദിവസത്തോളം ഈ അഡ്വർടൈസ്മെൻ്റ് ഇങ്ങനെ വരികയാണ്. അതിന് അത്രയും പൈസ കൊടുത്താൽ പോരാ, അതിനേക്കാൾ കൂടുതൽ കൊടുക്കണം. പക്ഷെ അവർ ആ പ്രോഗ്രാം എല്ലാ വർഷവും അവർ തന്നെ അത് നടത്തുന്നത് കൊണ്ട് അവർക്ക് നല്ലൊരു റീച്ചാണ്. ഈ 35 ലക്ഷം രൂപയുടെ പ്രോപ്പർട്ടി അവർക്ക് 70-80 കൊടുക്കാൻ പറ്റും. അതാണ് ദിവസേന ഈ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കത്തില്ലേ. അപ്പോൾ അതൊരു നല്ല അഡ്വർടൈസ്മെൻ്റ് ആണ്. അപ്പോൾ അദ്ദേഹത്തിന് അതിനകത്ത് ലാഭമുള്ളത് കൊണ്ട് തന്നെയാണ് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തത്. അതൊരു എന്തോ അദ്ദേഹം അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നതിനോട് എനിക്കെന്തോ ഒരു വിയോജിപ്പുണ്ട്. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ നിയർ ബൈ നടന്ന ഒരു ഇൻസിഡൻറ്റും കൂടെ വെച്ച് താലി ചെയ്യുമ്പോൾ ഭയങ്കര കേമമായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. പേഴ്സണലി പറയണേ എനിക്ക് ഫീൽ ചെയ്തില്ല.
ഇതിൽ സംശയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെജോറിറ്റി ഇപ്പം കുറേ അധികം പേര് വേണമെങ്കിൽ നമുക്ക് ഉദാഹരണമായിട്ട് വെക്കാൻ പറ്റും. ഇപ്പോൾ കോൺഫിഡൻസിൻ്റെ ഒരു മുതലാളി എന്ന നിലയിൽ 8,000 കോടി രൂപയുടെ ആസ്തിയുള്ള ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നൊരു കൺഫ്യൂഷൻ വരാം. ഇതിനു മുമ്പ് ഒരുപാട് പേര് അങ്ങനെ ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് ജോയി അറയ്ക്കൽ പുള്ളി ചെയ്തിട്ടുണ്ട്. അത് ദുബായിൽ വെച്ചിട്ടായിരുന്നു. ഭയങ്കരമായ ഒരു ബിസിനസ് മാഗ്നറ്റാണ്. നല്ല രീതിയിൽ റിയൽ എസ്റ്റേറ്റിൻ്റെതാണ്. റിയൽ എസ്റ്റേറ്റ് റവന്യൂയുടെ ഒരു റേഷ്യോ നിങ്ങൾക്ക് ഇമാജിൻ പോലും ചെയ്യാൻ ഒക്കത്തില്ല. ടപ്പേ നാളെ മേളിൽ കൊണ്ടുപോകും. ഒൺസ് അത് ഡൗൺ ആയി കഴിഞ്ഞാൽ ടപ്പ് എന്ന് താഴെയും കൊണ്ടുവരും. അപ്പോൾ അതിൻ്റെ എന്തോ ഒരു ഭയപ്പെടലിലാണ് പുള്ളിക്കാരൻ കയറി ആത്മഹത്യ ചെയ്ത് കളഞ്ഞത്. ആൻഡ് ദെൻ നമ്മൾ കേൾക്കുന്നുണ്ട് ആ ഗ്രൂപ്പിന് പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ല, ഇറ്റ്സ് ക്വൈറ്റ് നോർമലായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ എന്താണ് ആത്മഹത്യ ചെയ്തത്? സ്ട്രെസ്സ് അതുകൊണ്ടാണെന്നാണ് വിശ്വസിക്കുന്നത്. ഇതേപോലെ മുത്തൂറ്റിൻ്റെ ആളും ഇതേ ED റെയ്ഡ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു റെയ്ഡ്, ഇൻകം ടാക്സിൻ്റെ റെയ്ഡ് നടക്കുന്ന സമയത്താണ് പുള്ളിക്ക് അത് സഹിക്കാൻ വയ്യാതെ ബിൽഡിങ്ങിൻ്റെ മേളിൽ നിന്ന് ചാടി മരിച്ചു കളയുന്നത്. അതും ആത്മഹത്യയായിരുന്നു. പക്ഷേ ഈ പറയുന്ന കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ആളെ റോയ്, എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഇത് ആത്മഹത്യയാണെന്ന്. സംതിങ് സംവെയർ വെരി ഫിഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് തിങ് ഡൗട്ട് തോന്നിയ 1-2 കാര്യങ്ങൾ പറയാം. പുള്ളി ആത്മഹത്യ ചെയ്തിരിക്കുന്നത് നെഞ്ചിലേക്ക് വെടിവെച്ചിട്ടാണെന്ന് പറയുന്നു. നെഞ്ചിലേക്ക് വെടിവെക്കാനും മാത്രം സപ്പോസ് നമ്മളൊരു ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ ആ സമയത്തുള്ള ഒരു ഇതിന് നെഞ്ചിലേക്ക് വെടിവെക്കുക, അവിടെ വയ്ക്കുക, അതൊന്നുമില്ല. ഡയറക്റ്റ് ഇവിടേക്കായിരിക്കും കൊണ്ടുപോവുക, ഇവിടെയാണ് ഷൂട്ട് ചെയ്യുക, ആൻഡ് നെക്സ്റ്റ് മൊമെന്റ് തന്നെ മരിക്കാം എന്നുള്ള മരണമാണ് പുള്ളിയുടെ കൺസേൺ എങ്കിൽ അത് അങ്ങനെ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ അവരെ ഭയപ്പെടുത്താനായിരിക്കാം തോക്ക് വെച്ചിട്ടുണ്ടാവുക. മേ ബി പിടിവലിയിൽ അത് സംഭവിച്ചിട്ടുണ്ടാവും. പുള്ളി നല്ല ധൈര്യശാലിയാണെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ ഒരു കാരണവശാലും പുള്ളി ഇത് ആത്മഹത്യ ചെയ്യുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. ആൻഡ് സെക്കൻഡ് തിങ്, അത്യാവശ്യം കാണിപ്പിൻ്റെ ആളാണ് പുള്ളി. ഈ ഡൗട്ട് ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരത്തില്ല. അതുകൊണ്ടാണ് ഞാനിത് കുറച്ച് നീട്ടി വലിച്ച് പറയുന്നത്. എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇപ്പോൾ റീസെൻ്റ്ലി മോദിയുടെ പേരൊക്കെ പരാമർശിക്കുന്ന തരത്തിലുള്ള ഒരു വലിയ ബില്യനെയറിനെ പറ്റി നമുക്ക് ഇപ്പം വന്നിട്ടുണ്ട്. ഇപ്പം ഭയങ്കര ഹിറ്റാണ് ആ സംഗതി. അപ്പോൾ അത് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് ഞാനത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. ബട്ട് സ്റ്റിൽ അതിനകത്ത് നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ പുള്ളിയും ആത്മഹത്യ ചെയ്യുന്ന ജയിലിൽ വെച്ച്. എന്താ കാര്യം എന്നറിയാമോ? പുള്ളിയുടെ ഗേൾ ഫ്രണ്ടും അദ്ദേഹവും കൂടെ ചേർത്ത് നടത്തിക്കൊണ്ടിരുന്നത് ഒരു ഹണി ട്രാപ്പായിരുന്നു. ഹണി ട്രാപ്പ് എന്ന് വെച്ചാൽ അത്യാവശ്യം ആളുകൾക്ക് വേണ്ടിയിട്ട് പെണ്ണുങ്ങളെ കൊണ്ടെത്തിച്ചു കൊടുക്കുക, അതിൽ കൂടെ ഫണ്ട് ഉണ്ടാക്കുക, പിന്നീട് അത് വെച്ച് അവരെ വരട്ടുക. ആ ലിസ്റ്റിലേക്ക് മോദിജി വന്ന് കയറിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. അങ്ങനെ എന്തോ ഒരു സർക്കസ് പുള്ളിക്കാരൻ ഉണ്ടായിരുന്നോ എന്നൊരു സംശയമില്ലാതില്ല. അത് പുറത്തേക്ക് എത്തും എന്നുള്ള ഭയത്തിലാണ് പുള്ളി ഇത് ചെയ്തതെന്ന് ഒരു ഡൗട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇത്രയും റിച്ചായ ഒരു പേഴ്സണ് സെക്യൂരിറ്റീസ് ഒന്നും ഉണ്ടാവത്തില്ല? 100% ഉണ്ടാകും. ആൻഡ് സെക്കൻഡ് തിങ്, ഇങ്ങനെ ഒരു മരണം സംഭവിച്ചത് ഒളിച്ചു വയ്ക്കാൻ അവർ ശ്രമിക്കുമോ? CCTV ഇല്ല, അതില്ല, ഇതില്ല, ആളെ പിടിച്ചിട്ട് അങ്ങനെയൊന്നുമില്ല. ഒരു നിസ്സാര വഴക്കിനാണെങ്കിൽ പോലും അടിച്ച് പിടിച്ച് ആ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ സസ്പെൻഡ് ചെയ്യും, അങ്ങനെയൊക്കെയാണ്. പക്ഷെ അവിടെ നിന്ന് ഫയലുകളുമായിട്ടാണ് അവർ പുറത്തേക്ക് പോയതെന്ന് കേൾക്കുമ്പോൾ തന്നെ സംതിങ് ഭയങ്കരമായിട്ട് ഫിഷിയാണ്. ഇതിനകത്ത് നല്ല ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. അതിപ്പോൾ രാഷ്ട്രീയമാണെന്ന് വെച്ചാൽ എനിക്കങ്ങനെ തോന്നുന്നില്ല. ഏതോ നല്ല ഒരാൾക്ക് നല്ല കീച്ച് ഞെരു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ബാക്കി വെടിമരുന്നാണ് ഇപ്പോൾ പൊട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. നഷ്ടം തന്നെയാണ്. ആർക്ക്? ആ അമ്മയ്ക്ക്. ബാക്കിയുള്ളവർക്ക് ഇത് നോർമലാകാനുള്ള സാവകാശം എടുക്കുക. കുട്ടികൾക്കും നഷ്ടം തന്നെയാണ്. അച്ഛൻ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ചെറിയ പ്രായത്തിൽ അത് വലിയൊരു കഷ്ടമാണ്. ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി തലയിലേക്ക് വരുന്നുണ്ട്. ഭാര്യ പറയാനും പാടില്ല. വേറെ എന്ത് നഷ്ടം? എല്ലാം ക്വൈറ്റ് നാച്ചുറൽ, സെയിം പോകും, ഇതും കടന്നു പോകുമെന്നതേ ഉള്ളൂ. ഇതിനേക്കാൾ വലിയൊരു റിച്ച് പേഴ്സൺ ഉണ്ടായിരുന്നു. ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്ത് വെച്ച് പറയുന്നത് ബിലീവേഴ്സ് ചർച്ചിൽ ഉണ്ടായിരുന്ന ആളാണ്. പുള്ളിയുടെ പേര് KP യോഹന്നാൻ. അദ്ദേഹത്തിൻ്റെ മരണം അറിയാമോ? ഇതേപോലെ തന്നെ അത്ര ഹൈ റിസ്ക് ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ഹൈലി ഡിസ്കഷനൊക്കെ വന്ന് ആരും അന്വേഷണം പോലും നടത്താതെ മാഞ്ഞു പോയ സംഗതിയാണ്. ഒത്തിരി പണം ഒക്കെ ഉണ്ടായിരുന്ന ഭയങ്കര റിച്ച് മാനാണ്. അദ്ദേഹത്തിൻ്റെ ചടങ്ങൊക്കെ ഭയങ്കരമായിട്ട് ഇവിടെ ആഘോഷിച്ച ചടങ്ങാണ്. മീൻസ് കേരളത്തിലുള്ള ജനങ്ങൾ ഒന്നടങ്കം നോക്കി നിന്ന ഒരു പ്രത്യേകതരം അടക്ക ചടങ്ങാണ്. ഇപ്പം ഈ റോയിയുടെ ചടങ്ങ് നടക്കുന്നത് പോലെ തന്നെയാണ്. അത് എന്തുകൊണ്ടാണ് അത്രയും വലിയൊരു ഫംഗ്ഷനൊക്കെ നടത്തുന്നത്? അത്രയും റിച്ചായിരുന്നു പുള്ളിയുടെ ഒരു ഏരിയയിൽ കൂടെ വാക്കിങ്ങിന് പോകുന്ന സമയത്ത് ആരോ പിന്നിൽ കൊണ്ടുവച്ച് ഇടിച്ചതാണ്. അതിന് അന്വേഷണമോ അതിനെ തുടർന്നുള്ള ഇതോ ഒന്നും കാണിച്ചില്ല. അത് ആർക്കും പിന്നെ അതിനെപ്പറ്റിയൊന്നും അറിയേണ്ട കാര്യമാണ്. മരണം മരിച്ചു, അത്ര തന്നെ. ആര് കൊന്നു, എന്തിനു കൊന്നൊന്നും അറിയേണ്ട. സോ ബേസിക്കലി നമ്മളൊക്കെ കുറേ സെക്യൂർ ആണെന്ന് തോന്നുന്നു. ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് നമുക്ക് കുറച്ച് കുറഞ്ഞിരുന്നാലും വി ആർ സെക്യൂർഡ് ഇനഫ്. കാരണം നമ്മുടെ ലൈഫിലൊന്നും ഇത്രയും റിസ്ക് ഇല്ല. സോ എത്രത്തോളം നമുക്ക് റിച്ച് കൂടി വരുന്നു, ലക്ഷറി കൂടി വരുന്നു, അത്രത്തോളം നമ്മുടെ ലൈഫും ദ സെയിം ടൈമിൽ റിസ്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് മനസ്സിലായത്. ഈ വിഷയത്തിൽ ഭയങ്കര സങ്കടമുണ്ട്. അത് അമ്മ കരയണ കണ്ടപ്പോഴാണ് കേട്ടോ. അല്ലാതെ എനിക്ക് ഈ പുള്ളിയെ അങ്ങനെ അറിയത്തില്ല. ഞാൻ കണ്ടിട്ടുണ്ട് ഈ ബിഗ് ബോസ് ചടങ്ങിൽ പുള്ളി വരുന്നതും ഈ ഇത് കൈ മാറുന്നതും ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഒരു സ്വയം പൊങ്ങി എന്നേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. പിന്നെ പുള്ളിയുടെ കുറേ പ്രായം ബഹളമൊക്കെ കാണുമ്പോഴും സ്വയം പൊക്കൽ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്.
ബട്ട് ഒരു കാര്യം, അയാൾക്ക് അങ്ങനെ ഒരു ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നലുണ്ടെങ്കിൽ 100% അയാൾ ആത്മഹത്യ ചെയ്യുമ്പോൾ ഇവിടെ ഇതായിരിക്കും അയാൾ ടാർഗറ്റ് ചെയ്യുക, നെഞ്ചിലേക്ക് ടാർഗറ്റ് ചെയ്യത്തില്ല. സംതിങ് വെരി വെരി ഫിഷി. അതിന് തർക്കമേ ഇല്ല. അത് 100% ഉറപ്പിച്ച ഒരു കാര്യമാണ്. എന്തൊക്കെ ഉണ്ട്, വരും ദിവസങ്ങളിൽ കൂടുതൽ ഇൻഫർമേഷൻസ് വരുമായിരിക്കാം. അപ്പം നമുക്കതിൻ്റെ വിശദമായ ചർച്ചകളിലേക്ക് പോകാം. ഇപ്പം ഞാൻ തൽക്കാലം ഇതൊന്നും ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ടേ ഉള്ളൂ. എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ ആയതുകൊണ്ടാണ്, കാറ്റിനനുസരിച്ച് തൂറ്റാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ ഇതിനകത്ത് മൗനമായിരുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബില്യനേഴ്സൊക്കെ കയറി തൂങ്ങിച്ചാവാൻ തുടങ്ങിയ, വെടിവെച്ച് ചാവാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ അംബാനിയൊക്കെ ചാവുമോടെ. പക്ഷെ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട കേട്ടോ. യൂസുഫ് അലിയൊക്കെ കൃത്യമായി വരിപ്പണമൊക്കെ കെട്ടി കൃത്യമായി നിൽക്കുന്ന വ്യക്തികളാണ്. നമ്മൾക്ക് അങ്ങനെ ഒരു അപകടം സംഭവിക്കുന്നുണ്ടെങ്കിൽ 1% വരെ നമ്മൾ തന്നെയാണ് കാരണം. ഇതൊക്കെ ക്ലിയർ ആയിട്ട് വെച്ച പ്രോബ്ലം എന്താ? നിയമത്തെ പറ്റിക്കാനും വെട്ടിക്കാനും നിൽക്കാതിരുന്നാൽ നമുക്ക് ടെൻഷൻ അടിക്കണ്ടല്ലോ. അപ്പം വിജയ്ക്കെതിരെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു, ഈ സർക്കാരിനെതിരെ പറയുന്നവർക്കെതിരെയൊക്കെ അവരിങ്ങനെ കൊണ്ടുവരും. വിജയ്ക്കെതിരെ വന്നിരുന്നു, മമ്മൂട്ടിയുടെ മകനെതിരെ വന്നിരുന്നു, മമ്മൂട്ടിക്ക് അഗൻസ്റ്റ് വന്നിരുന്നു, പൃഥ്വിരാജിന് അഗൻസ്റ്റ് വന്നിരുന്നു. അവർക്കത് ഫേസ് ചെയ്തില്ലേ? പിറ്റേന്ന് എഴുന്നേറ്റ് തോക്ക് വെച്ചൊന്ന് വെടിവെച്ച് കൊല്ലുകയാണോ ചെയ്തത്? അല്ല. പേളി മാണിക്കെതിരെ വന്നിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഹ്യൂജ് മണി വരും. അപ്പോൾ അത് കൊണ്ട് അവരൊക്കെ ആത്മഹത്യ ചെയ്യണോ? ഇത് സംതിങ്, ഒന്നിലിത് മർഡർ ആയിരിക്കും, അല്ലെങ്കിൽ ആത്മഹത്യപരമായ കാര്യങ്ങളിൽ എന്തോ പുള്ളി ഇൻവോൾവഡ് ആണ്. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. അല്ലാതെ ഈ ഒരു പരുവത്തിൽ ഇത് ചെയ്യേണ്ട ഒരു കാര്യവും അദ്ദേഹത്തിനില്ല. ഇറ്റ് ഷുഡ് ബി ഓവർകം ചെയ്യാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി ഉള്ള മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ പല സ്റ്റേറ്റ്മെൻറ്റ്സും കുറേയൊക്കെ നമ്മളിങ്ങനെ നെറ്റിൽ കൂടെ കാണുന്നതാണ്. അപ്പോൾ അതിലൊക്കെ തന്നെ പുള്ളിക്കാരൻ വളരെ ആധികാരികമായിട്ട് ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെ ക്രോസ് ചെയ്യണമെന്നൊക്കെ കൃത്യമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സോ സംതിങ് ഫിഷി. താങ്ക് യു.